ലുക്കിംഗ് ഫോർവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ നൃത്തം പഠിക്കുകയും എല്ലാറ്റിനെയും മറികടന്ന് ഒരു പ്രൊഫഷണൽ ഡാൻസറായി ജീവിക്കുകയും ചെയ്യുന്ന VP മൻസിയയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. മൻസിയ തൻ്റെ നൃത്തത്തെയും നൃത്തത്തിൻ്റെ രാഷ്ട്രീയത്തെയും ജീവിതത്തെയും കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. യുഎയിലെ വേദികളിൽ വന്നിട്ട് നൃത്തം ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് തരം അനുഭവമാണ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിയുടെ അനുഭവം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. അതിൽ നാട്ടിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷേത്രങ്ങളാണ് ക്ലാസിക്കൽ കലകൾക്ക് കൂടുതൽ നല്ല വേദികൾ ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ നർത്തകന് ലഭിക്കുന്നത്. അപ്പം ഞാനും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ക്ഷേത്രകലകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ചുകൂടി ഒരു ബോധം വെച്ചപ്പോൾ കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള വേദികൾ ഞാൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതായത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒത്തുചേരുന്ന ഇടങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറും അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നൃത്തം ചെയ്യാറും. അതുപോലെ തന്നെ വിദേശത്ത് വന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു പേടി എന്ന് പറയുന്നത് ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴായിരുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ, ആളുകളുടെ മെൻറ്റാലിറ്റി ഒന്നും എനിക്കത്ര പരിചയമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നൃത്തം ചെയ്തത് മസ്കറ്റിലാണ്. അപ്പോൾ നൃത്തം തുടങ്ങിയ സമയത്തൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ സമയത്ത് വലിയ പ്രതികരണങ്ങളാണ് ലഭിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 18ഓളം സ്റ്റേജായി ഇന്ത്യക്ക് പുറത്ത് ഞാൻ ചെയ്യുന്നത്. അതെല്ലാം വളരെ വിജയകരമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതുവരുടെ പ്രതികരണം എനിക്ക് കൂടുതൽ ഉള്ളിൽ തട്ടിയ പ്രതികരണങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കുവൈത്തിലൊക്കെ ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഒരു നിമിഷം എല്ലാവരും സൈലൻ്റായി. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചുപോയി, അയ്യോ ഏറ്റില്ലേ എന്നുള്ളൊരു പരിപാടി. പക്ഷേ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എണീറ്റ് കൈയടിച്ച് ഉണ്ടായൊരു സന്ദർഭം ഉണ്ടായി. അത് ഞാനെന്ന നർത്തകിക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവുമായിട്ടുള്ള നിമിഷങ്ങളാണ്. കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എല്ലാവരും ഇത് ആസ്വദിക്കാനും ഇത് കാണാനും വളരെ ആകാംക്ഷയോട് കൂടിയാണ് വരുന്നത്. ഇവിടെ എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവുന്ന ഒരു വേദികളാണോ എന്ന് എനിക്ക്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ കലകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റ് ഗാനമേള അത്തരത്തിലുള്ള കലാപ്രകടനങ്ങളല്ല പറയുന്നത്. ക്ലാസിക്കൽ കലകൾ എനിക്ക് തോന്നുന്നു വിരലിലെണ്ണാവുന്ന പുറത്തു നിന്ന് വരുന്ന ആളുകളുടെ വിരലിലെണ്ണാവുന്ന സ്റ്റേജുകളായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടിയാണ് അവർ കാണാൻ വരാറ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന കലകൾ അതിൻ്റെ ഒരു ടിപ്പിക്കൽ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് തീമൊക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫെസ്റ്റിവൽ പോലുള്ള വേദികളിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ എന്ത് മാറ്റമാണ് ആ നമ്മളുടെ ടിപ്പിക്കൽ സാധനത്തിൽ നിന്ന് മാറ്റിയിട്ട് ഏത് രൂപത്തിലാണ് അത് അവതരിപ്പിക്കാറ്? ഞാൻ ഭരതനാട്യത്തിന് എല്ലാത്തിനെയും അങ്ങ് പൊളിച്ചെഴുതി അത് ഭരതനാട്യമല്ലാതിരിക്കുന്ന ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു കലാരൂപത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കി അവതരിപ്പിക്കാറില്ല. എപ്പോഴും അതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് അവതരിപ്പിക്കാറ്. പക്ഷേ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറും ഉള്ളത് എപ്പോഴും നമ്മൾ കാണുന്ന പുരാണങ്ങളിലെ മാത്രം വിഷയങ്ങൾ മാത്രമല്ല ഭരതനാട്യത്തിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ളത്. അതിന് പുറമെ ജീവിതങ്ങൾ, നമ്മുടെ മനുഷ്യ ജീവിതങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ദേശീയ ബോധവും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം മതേതരത്വവും ഏത് വിഷയമായിക്കോട്ടെ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഭരതനാട്യത്തിലോട്ട് എത്തിക്കാം. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഭരതനാട്യ രൂപേണ തന്നെ നമുക്ക് ഭരതനാട്യമായി അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട്, ആ ഒരു ബോധമുള്ളത് കൊണ്ട് ഞാൻ ഇടങ്ങളിലെല്ലാം കവിതകൾ, മലയാള കവിതകൾ കൂട്ടിയിണക്കിയിട്ട് കൃത്യമായിട്ട് വെറുതെ ഒരു ചലനം മാത്രമല്ല ഭരതനാട്യത്തിൻ്റെ ജതികളും മറ്റും കോർത്തിണക്കിക്കൊണ്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ ഭാരതിയാറിൻ്റെ കവിതകൾ അതിൽ കൂടുതലായിട്ട് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഭാരതിയാർ കവിതകളിൽ ഉണ്ടാവുന്നത്. ആ കവിതകൾ കോർത്തിണക്കിക്കൊണ്ട് ഭരതനാട്യം രൂപപ്പെടുത്തി അത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം ഒരു പ്രൊഡക്ഷനാണ് സൂഫി മ്യൂസിക്കൽ ഭരതനാട്യം. അത് ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ പിന്നെ കൃത്യമായിട്ട് എന്താണ് ഭരതനാട്യം, അതായത് ഭരതനാട്യത്തിൻ്റെ തായ് വഴി എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഇനങ്ങളും അതോടൊപ്പം തന്നെ പെർഫോം ചെയ്യാറുണ്ട്. മനസ്സിലേക്കാണെങ്കിൽ ഇപ്പോൾ
കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കലയുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടംപററി കലയിൽ ആ മനുഷ്യ സ്വന്തമായിട്ട് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ അറിയിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ വലിയൊരു പ്രാസംഗികയൊന്നുമല്ല, എൻ്റെ കലയിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭരതനാട്യത്തിലൂടെ തന്നെയാണ് ഞാൻ കലയിലൂടെയാണ് രാഷ്ട്രീയം പറയാറ്. അതിലേറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിലും ഞാൻ പറയുന്നത് ജാതിയും മതമൊന്നുമില്ല, മനുഷ്യനായിരിക്കാൻ എല്ലാവരും, ജാതിയുള്ളവർക്ക് ജാതി ഉണ്ടാവട്ടെ, മതമുള്ളവർക്ക് മതം ഉണ്ടാവട്ടെ, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹം നമുക്ക് വേണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രമേയങ്ങൾ എല്ലായ്പ്പോഴും, അതിപ്പോൾ ഞാൻ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ പോലും ഞാൻ അത്തരത്തിലുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ, അതിൻ്റെ അപ്പുറത്തേക്ക് അന്ധവിശ്വാസികളൊക്കെ വന്ന് നിൽക്കുന്നത് നമ്മളുടെ അത്തരത്തിലുള്ള ഒരു വേദികളിലാണ്. അത്തരത്തിലുള്ള വേദികളിൽ ഞാൻ പോയിട്ട് ഇത്തരം അവരെ ഹേർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യില്ല. വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ മനുഷ്യനാണ് ഏറ്റവും വലുത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കില്ല, എല്ലാവർക്കും അറിയാതെ, പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചെയ്യാനുള്ള ഇനങ്ങൾ ചെയ്യാറുണ്ട്. മൻസിയ എന്നുള്ള പേര് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ മൻസിയയ്ക്ക് വേദി കിട്ടാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രമായാലും ഗുരുവായൂരൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ക്ഷേത്രകലയിൽ വരുത്തുന്ന നമ്മളുടെ, അതായത് മൻസിയയുടെ ഒരു പൊളിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ആസ്വാദനയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ അതിനെതിരെ എന്തെങ്കിലും തടസ്സങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കലയിൽ ഇത്തരം നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരം ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു അനുഭവങ്ങളോ ഈ ക്ഷേത്രത്തിൽ കളിക്കുമ്പോൾ ഉണ്ടാവാറുണ്ടോ? പുറത്ത് നമുക്ക് ഉണ്ടായില്ല അവർ, പക്ഷേ ക്ഷേത്രത്തിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് അവരുടെ ഒരു റിയാക്ഷൻ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഭരതനാട്യത്തിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ കാണുമ്പോൾ അത് ഭരതനാട്യം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഭരതനാട്യം ബേസിക്കുള്ള ഒരാളാണ്, എന്താണ് ഭരതനാട്യം അറിയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഭരതനാട്യം എന്ന് ഇത്രയും വർഷക്കാലം ഇതിനെ നമ്മൾ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്, അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ബ്യൂട്ടിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു പ്രമേയങ്ങളും അതിലുള്ളിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇത് കാണുമ്പോൾ ഇത് ഭരതനാട്യം അല്ലല്ലോ, ഇത് കണ്ടംപററി ആണല്ലോ, അല്ലെങ്കിൽ ഇത് സിനിമാറ്റിക് ആണല്ലോ എന്ന് പറയാനുള്ള ഒരു തരത്തിലുള്ള സന്ദർഭം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കണം. മാത്രമല്ല ഇത്തരം ഇനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയോടെ കൂടി അവർ സ്വീകരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ടത്. എല്ലാ ആളുകളും. പിന്നെ ഞാൻ അവതരിപ്പിച്ച വേദികളിലൊക്കെ മൻസിയ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാം, മൻസിയ ഇന്ന രാഷ്ട്രീയത്തിലാണ്, അത് വിചാരിച്ച് മുന്നിലിരിക്കുമെങ്കിലും നൃത്തം കഴിയുമ്പോൾ അവർക്ക് മൻസിയ എന്നുള്ളത് നർത്തകി മാത്രമായി മാറുന്ന ഒരു കാഴ്ച ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമാണ് അത്തരം വേദികളിലൊക്കെ കിട്ടിയത്. ഇപ്പം നൃത്തം പഠിക്കുമ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്, നാട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നീട് എന്നിട്ടും മനുഷ്യ അതിനൊക്കെ അതിജീവിച്ചിട്ട് MA എടുക്കുന്നു, മദ്രാസിൽ നിന്ന് MPhil പോകുന്നു, പിന്നെ അതിന് റിസർച്ച് ചെയ്യുന്നു. ഇതെപ്പോഴാണ് അതൊരു പ്രൊഫഷനായിട്ട് ഞാൻ ഒരു നർത്തകി തന്നെ ആയി മാറും ജീവിതത്തിൽ നിന്ന് തീരുമാനിച്ച എന്തെങ്കിലും ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങളാണ് ഉണ്ടായത്? അതൊരു വലിയൊരു യാത്രയാണ്. എൻ്റെ 3-ാം വയസ്സ് മുതലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. എൻ്റെ ചേച്ചി റൂബിയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറയില്ലേ നമ്മൾ. പിന്നെ ഉപ്പയ്ക്കുണ്ടായിരുന്നു, ഉപ്പ ഒരു നാടക നടനായിരുന്നു. പക്ഷെ ഉപ്പയൊന്നുമല്ല ഞങ്ങളെ ഡാൻസിലോട്ട് കൊണ്ടുവന്നത്, ഉമ്മയാണ്. ഉമ്മ പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു മലപ്പുറം ജില്ലയെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. കൊണ്ടോട്ടി എന്നുള്ളൊരു സ്ഥലത്തെ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ളൊരു മുസ്ലിം കുടുംബത്തിലുള്ളൊരു സ്ത്രീയാണ്. വെറും 4-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ ഉമ്മയാണ് ഈ TV-യിൽ ഭരതനാട്യമാണോ ഉമ്മ മരിക്കുന്നവരെ ഞങ്ങൾക്ക് അറിയില്ല, ഏതാണ് കണ്ടത്, ഏതോ ഒരു ക്ലാസിക്കൽ ഡാൻസ്. പക്ഷെ അതിൻ്റെ ചുവടോ അടവോ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു വളരെ വൈബ്രൻറ്റ് കളറാണല്ലോ, ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണല്ലോ. അതെ. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം എന്ന് വെച്ചിട്ട് എൻ്റെ താത്തനെയാണ് ആദ്യം കൊണ്ടു ചേർത്തുന്നത്. അവൾ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടാണ്, ഞാനും അവൾ 5 വയസ്സ് വ്യത്യാസമുണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പം ഞാനും ഒരു കൂടെ അങ്ങ് പോവുക എന്ന് പറയില്ലേ, അങ്ങനെ പോയതാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഭാവിയിൽ ഇത്രയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഒരിക്കലും അത് ഉമ്മയൊപ്പം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല.
അത് കഴിഞ്ഞ് താത്തയുടെ അരങ്ങേറ്റം ആയപ്പോഴാണ് മദ്രസയിൽ ഞങ്ങളൊക്കെ മദ്രസ അത് മതപഠനം വളരെ വൃത്തിയായി വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത 2 പേരാണ് ഞാനും താത്തയൊക്കെ. അപ്പോൾ മദ്രസയിൽ നിന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നു, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. അത് ഉമ്മ പോയിട്ട് സംസാരിക്കും, അത് കോംപ്രമൈസ് ആക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇത് വലിയൊരു ഇഷ്യൂ ആണെന്നും ഇത് ഇത്രയും വലിയ കോലാഹലത്തിന് വഴിയൊരുക്കും എന്നുള്ളതൊക്കെ നമ്മളങ്ങ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഫേസ് ചെയ്യാണ്, അല്ലാണ്ട് നമ്മളിതൊന്നും പ്ലാൻഡ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാം എന്നുള്ള കാരണം എൻ്റെ ഉമ്മ മരിച്ചു 6ാം ക്ലാസ്സിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഇഷ്യൂസ് പിന്നെ നമ്മൾ തുടരെ ഇങ്ങനെ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ ശവസംസ്കാരം നടത്താൻ കഴിഞ്ഞിട്ടില്ല, അത് ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുവരും, അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതായത് ഞാനൊരു 6ാം ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്താണ് ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വളരെ കുഗ്രാമത്തിലുള്ളൊരു പെൺകുട്ടികളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആളുകളിങ്ങനെ നമ്മളെ നടന്നു പോകുമ്പോൾ നമ്മളെ കളിയാക്കി ചിരിക്കണു. അതായത് ഇതൊക്കെ വലിയ മഹാപാപമാണ് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ട്. അപ്പോൾ ആളുകൾ കളിയാക്കി ചിരിക്കുന്നു. പിന്നെ എപ്പോഴും ഒരു ബോൾഡ്നെസ്, ഞാൻ ഇത്രയൊന്നും സംസാരിക്കില്ലായിരുന്നു, ആളുകൾക്ക് വിശ്വസിക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ വളരെ സൈലൻ്റായിട്ട് വളരെ പേടിത്തൊണ്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ നമ്മളങ്ങനെ എല്ലാവരും ഒന്നിങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് പിടിക്കില്ലേ, അങ്ങനെ പിടിച്ച് ശീലമായതാണ്. ഒരു +1 എത്തിയ സമയത്താണ് ഡാൻസിനെ ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ എൻ്റെ കാലിന് ചെറിയൊരു മുറി വന്ന സമയത്ത് ഒരു 4 മാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ദിവസം 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നും. അപ്പോൾ ഈ 4 മാസം പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നപ്പോഴാണ് അതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡാൻസിന് എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഡാൻസാണ് എൻ്റെ ലൈഫ് എന്ന് അന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുമ്പേ ഉമ്മ പോയപ്പോൾ തന്നെ ഉമ്മയുടെ കുറേ ആഗ്രഹങ്ങളും മറ്റും അത് നിറവേറ്റുക, അത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്കും അതിനാഗ്രഹമുണ്ട് എന്ന് ആ സമയത്താണ് മനസ്സിലായത്. അത് മനസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഞാനൊരു ദിവസം എഴുന്നേറ്റ് വരുന്നത് തന്നെ നൃത്തത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷെ മനസ്സിയുടെ ഒരു ഒറ്റപ്പെട്ട കേസ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. എം എടുക്കുന്നു, എം എടുക്കുന്നു. മനസ്സിക്ക് ഇപ്പോൾ ഒരു ആഗ്നേയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നൃത്ത വിദ്യാലയമുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ആ വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ തന്നെ മാനസിക നേരിട്ടതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ള കുട്ടികൾ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ മുസ്ലിം വിദ്യാർത്ഥിനികൾ, എത്ര കുട്ടികൾ ഇപ്പോൾ മനസ്സിയുടെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്? ആദ്യം ആഗ്നേയ തുടങ്ങുന്നതിനെ കുറിച്ച് പറയാം. എല്ലാവരും ഞാൻ MPhil കഴിഞ്ഞപ്പോഴാണ് ഒരു ഡാൻസ് സ്കൂളിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു, ആ നാട്ടിൽ തുടങ്ങണ്ട എന്നുള്ളത്. എല്ലാത്തിനും സപ്പോർട്ടാണ് എൻ്റെ ഉപ്പ. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ടാണ്, അങ്ങനെ ഒരു ഉപ്പയാണ്. പക്ഷെ ഉപ്പ വരെ എന്നോട് പറഞ്ഞു മനസ്സി അവിടെ തുടങ്ങണ്ട, കാരണം വെച്ചാൽ ഇത്രയും ഡിഗ്രിയൊക്കെ എടുത്തിട്ട് നീ ഒരു 1-2 കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഉപ്പാൻ്റെ ഒരു കൺസേൺ. അത് മകളോട് മാത്രമുള്ളൊരു സ്നേഹമാണ്. പക്ഷേ എൻ്റെ മാത്രം വാശിയായിരുന്നു അവിടെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, നമുക്ക് ബിൽഡിങ് കിട്ടാത്തതിൻ്റെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഡാൻസ് സ്കൂൾ പോലെ ഞാൻ നമ്മുടെ ഓണർ തരികയും അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയും ചെയ്തു. ആദ്യം 7 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ 7 കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ ഉപ്പച്ചി തീരുമാനിച്ചു 7 ഉണ്ടാവൂ എന്നങ്ങ് തീരുമാനിച്ചു. പക്ഷേ അത് കുട്ടികളുടെ എണ്ണമല്ല ഞാൻ പറയുന്നത്. ഞാൻ ആഗ്നേയ എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം ഞാൻ നൃത്തം പഠിക്കുമ്പം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒരു ക്ലാസിക്കൽ കല, ഒരു നൃത്തം അഭ്യസിക്കുന്നതിന് ഒരുപാട് പണച്ചെലവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന അത്രയും സുഖമുള്ള കാര്യമല്ല അത്. ഒരു വളരെ പെർഫോമൻസ് കണ്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കണ്ട് കൈയടിച്ച് പോകുന്നതല്ല ഇതിൻ്റെ പിറകെയുള്ള അധ്വാനം. അപ്പോൾ അതിന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടുകൾ ഇല്ലാതായത് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഡാൻസ് പഠിക്കാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഞാനതിന് പരസ്യമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വരുന്ന കുട്ടികളോട് ഞാൻ അവരുടെ സാമ്പത്തിക സ്ഥിതി ചോദിക്കും, ഇഷ്ടമാണോ, ഒറ്റ ചോദ്യം ചോദിക്കുകയുള്ളൂ, നൃത്തം ഇഷ്ടമാണ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ ഫീസ് പറയുക അങ്ങനത്തെ കാര്യങ്ങളില്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 220 കുട്ടികളാണ് ആഗ്നേയിലുള്ളത്. അതിൽ ഒരു 60ഓളം കുട്ടികളെ ഞാൻ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. സൗജന്യം പറഞ്ഞാൽ അത് ശരിക്കും സൗജന്യമല്ല, എനിക്ക് അറിയുന്നത് ഞാനത് പകർന്നു കൊടുക്കുന്നു. അവരത് അർഹിക്കപ്പെട്ട ആളുകളാണ്. അത് ഏറ്റവും കൂടുതൽ 220-ൽ 200 കുട്ടികളും ആ നാട്ടിൽ നിന്നാണ് ഉള്ളതാണ്.
ആ നാട്ടിലെ ചുറ്റുവട്ടത്ത് നിന്നും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് ആ നാട്ടിലത്തെ ആളുകളോടൊന്നും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ആ 200 കുട്ടികളും 200 കുട്ടികളുടെ അച്ഛനമ്മമാരും എനിക്കുണ്ട് ആ നാട്ടിൽ. അപ്പോൾ അതിലും കൂടുതലുണ്ടാവും. ഞാൻ പറയുന്നത് അഗ്നയ എന്ന് വെച്ചിട്ടാണ്. അതിൽ പക്ഷേ 4 കുട്ടികളാണ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്നത്. അതിലൊരു കുട്ടി മാത്രമാണ് പുറത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്. 3 പേരും പുറത്ത് പറയാതെ വരുന്നതാണ്. എങ്കിലും എനിക്കത് സന്തോഷമാണ്. അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണത്. ഞാനത് ഭംഗിയോടുകൂടി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മൻസിയ അരങ്ങേറ്റം നടത്തിയത് ഗുരുവായൂർ വെച്ചിട്ടാണ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. മറ്റേ കുച്ചിപ്പുടി ആയാലും ഭരതനാട്യം ആയാലും. അപ്പോൾ മൻസിയയുടെ കുട്ടികൾ അരങ്ങേറ്റം നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? അരങ്ങേറ്റം എന്നുള്ളത് ശരിക്കും അതൊരു ആചാരമാണ്, ഗുരുവായൂർ പോയിട്ട് ചെയ്യുക എന്നുള്ളത്. ആചാരം എന്ന് പറയുന്നത് അലിഖിതമായിട്ട് എഴുതിപ്പെട്ട ഒരു ആചാരം എന്ന് പറയാം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ചിന്തയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ആദ്യത്തെ വേദി അതാണ് നമ്മുടെ അരങ്ങേറ്റം. പക്ഷെ ഞാനതൊരിക്കലും കുട്ടികളുടെ പാരൻസിനോട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ചെയ്തോളൂ, അത് മതി എന്ന് ഞാൻ പറയാറില്ല. ഞാൻ അവരോട് ചോദിച്ചറിയും എവിടെയാണ് നിങ്ങൾക്ക് ആഗ്രഹം. അപ്പം മിക്ക ആളുകളും പറയുന്നത് ഗുരുവായൂർ. കാരണം വെച്ചാൽ അത് നമ്മൾ കാലങ്ങളോളം കണ്ട് പഴകിയൊരു കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്ത് വളരെ ഭംഗിയോടുകൂടി അരങ്ങേറ്റം ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പം 3 ബാച്ച് കഴിഞ്ഞതൊക്കെ ഗുരുവായൂർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഇഷ്യൂ ഉണ്ടായല്ലോ. പക്ഷെ അവിടെ ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഗുണം കൂടിയാണത്. അതായത് ഇപ്പോൾ മനസ്സിക്കൊപ്പം നൃത്തം ചെയ്യുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു വിഷയങ്ങളിപ്പോൾ ഞങ്ങൾ നൃത്തം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പല സംഘടനകളും പല ആളുകൾ തന്നെ സമാന്തരമായിട്ടുള്ള മറ്റു വേദികൾ ഒരുക്കിക്കൊണ്ട് മനസ്സിൽ അങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു മനസ്സിയുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ നേരിട്ട് എങ്ങനെയായിരുന്നു അപ്പോൾ സമയത്ത്? എനിക്ക് ശരിക്കും കൂടൽമാണിക്യം വിഷയം എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ഏറ്റിട്ട് പോലുമില്ല. കാരണം ചെറുപ്പത്തിൽ ഞാൻ അത്രയും കുറച്ച് മെച്യൂർഡായ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രശ്നങ്ങൾ ഏറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കുലുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രശ്നം പറയണം. ആദ്യത്തെ പ്രശ്നത്തെ സമയത്ത് ഞങ്ങളൊന്ന് കുലുങ്ങിയ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതും അന്നും ഇന്നും എന്നെ ഒരു നർത്തകിയായി വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു നട്ടെല്ലായി പ്രവർത്തിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് ഞാൻ എല്ലാ വേദികളിലും പറയാറുമുണ്ട്. കാരണം വെച്ചാൽ അത് മറന്നിട്ട് എനിക്കൊരു നർത്തകിയായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികം വലിയൊരു ഘടകമാണ്. അപ്പോൾ എൻ്റെ MA പഠന ചെലവ് ഞങ്ങൾക്കത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആ ഒരു സാഹചര്യം വന്ന സമയത്ത് എന്നെ MA MPhil PhD പഠിപ്പിച്ചത് പഴയ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സാറാണ്. അതാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ആ ഒരു അവസരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ, അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മളവിടെ തളർന്നു, അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഒരു നർത്തകിയായി നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും സ്മരിക്കേണ്ട കുറച്ച് ആളുകളാണ് ഇതൊക്കെ. പിന്നീട് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4-5 നർത്തകികൾ ഇങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നത് കൊണ്ട് ഞങ്ങളത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് എന്ന് പറഞ്ഞു. അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസിക്കൽ മേഖലയിൽ അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഇതുവരെ നടക്കാറുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല ആളുകൾ. കാരണം ഞങ്ങളുടെ ഒരു പഠന രീതി പോലും അങ്ങനെയാണ്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം അവസരമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ആ അവസരം വേണ്ട എന്ന് വെച്ച് ആ 4 എൻ്റെ അതേ പ്രായത്തിലുള്ള യുവ നർത്തകികൾ താഴോട്ട് വന്ന സമയത്ത് എനിക്കത് വലിയ പ്രതീക്ഷയും അഭിമാനം പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, അത് വലിയൊരു സന്തോഷം കൂടിയായിരുന്നു. പ്രതീക്ഷ എന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവരല്ല, അതിലൊരു സമൂഹത്തിൻ്റെ ഒരു ഭാഗം ചിന്തിക്കുന്നുണ്ട് ഇത് തെറ്റാണെന്നും ഇങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല എന്നും, അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടാൽ ഞങ്ങൾ ആ ഒരു വേദിയിൽ ചെയ്യില്ല എന്നും ഉറക്കെ പറയുന്നതിന് അത്രയും വലിയൊരു ധൈര്യം തന്നെ വേണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസിക്കൽ, ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസിക്കൽ മേഖലയിൽ ഒരാളുടെ അവസരം തട്ടി നമുക്ക് എങ്ങനെ കയറാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത്, അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക്
കേരളത്തിലൊന്നും ഒരു അവസരം ഇല്ലാതിരിക്കുമ്പം ഈ കൂടൽമാണിക്യം പോലെയുള്ള നാഷണൽ ഫെസ്റ്റിവൽ വേണ്ട എന്ന് പറയുന്നതിന് വലിയൊരു ധൈര്യം വേണം. അതിനോടൊപ്പം തന്നെ എനിക്ക് ആ സമയത്ത് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു, ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് മുമ്പിൽ നീട്ടിയിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത്, ഈ ഒരു വിവാദം കൊണ്ട് എനിക്ക് ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് ആവശ്യമില്ല. ഞാനതിൽ 2 സ്റ്റേജുകൾ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് DYFI ഇരിങ്ങാലക്കുടയിൽ തന്നെ ഒരുക്കിയ അതേ ദിവസം ഒരുക്കിയ ഒരു വേദിയും പിന്നെ മഞ്ചാടിക്കുരു കോഴിക്കോട് ഒരുക്കിയ വേദിയിലും മാത്രമേ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട്. കാരണം വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനത് സംസാരിച്ചത്. ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാവരുത്, അങ്ങനെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു നർത്തകിയോ മാറ്റി നിർത്തപ്പെടരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു ഞാനത് ഫേസ്ബുക്കിലാണ് ആദ്യം ഇട്ടത്. പിന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും പിന്നെ എനിക്ക് വേദി കിട്ടിയില്ല എന്നുള്ളതാണ് എല്ലാവർക്കും പ്രശ്നം എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്തത്. എനിക്ക് ഒരിക്കലുമില്ല, എനിക്ക് ഒരു വേദി കിട്ടിയില്ലെങ്കിലും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവസേന 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ എൻ്റെ 3-ാം വയസ്സ് തുടങ്ങി എനിക്കിപ്പോൾ 30 വയസ്സാവുന്നു. ഇത്രയും വർഷമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കൊണ്ട് എൻ്റെ +2 മുതൽ ഞാൻ 3 മണിക്കൂർ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വേദി എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലെ ഹോള് അത് ആയിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാൾക്ക് അത് ഉണ്ടാവരുത് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് സംസാരിച്ചത്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ ഈ മനസ്സിയ ഒരു അവസാനത്തെ ആളല്ല. നമ്മളിപ്പോൾ വീണ്ടും ഇതിപ്പോൾ ഈ രാമകൃഷ്ണൻ്റെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേസിസം എന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ, മതത്തിൻ്റെ അല്ല മറ്റൊരു രൂപത്തിലാണെങ്കിലും, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ മതമല്ലെങ്കിലും ജാതിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതും അവിടെ വളരെ ക്ലിയറാണ് ആ സംഭവം. അപ്പോൾ രാമകൃഷ്ണനെതിരെ അധിക്ഷേപം വരുന്നു. പിന്നെ ഈ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഡാൻസ് അവതരിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെയും ഈ ഹിന്ദു മതമാണെങ്കിൽ തന്നെ അതിന് താഴെ നിൽക്കുന്ന ജാതിയിലെ കുട്ടികൾക്ക് പരിഗണന കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു മാനസിക എന്താണ് എന്താണ് അനുഭവം അതിനെ കുറിച്ചിട്ട്? നേരത്തെ ചോദിച്ച ആ വിഷയം ഞാനും കൂടി ഇടപെട്ട ഒരു ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു ഭാഗമായിട്ടുണ്ട്. അത് ഒരു സത്യഭാമ ടീച്ചറുടെ മാത്രം പ്രശ്നമല്ല. അത് നമ്മളെപ്പോഴും സത്യഭാമ ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമ ടീച്ചർ അതിലെ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയില്ലേ, അത് മാത്രമാണ് സത്യഭാമ ടീച്ചർ. അങ്ങനെ ചിന്തിക്കുന്ന 100,000 പേരിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ എന്നെപ്പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് രക്ഷപ്പെട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതീയമായിട്ടും നിറത്താലും സാമ്പത്തികമായിട്ടൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കാൻ ഒരുപാട് ശക്തികളുള്ള ഒരു മേഖലയാണ് ക്ലാസിക്കൽ മേഖല. പിന്നെ പണ്ട് പറഞ്ഞു വെച്ച എന്തൊക്കെയോ നമ്മുടെ ക്ലാസിക്കൽ ആർട്ടിൻ്റെ തന്നെ ചരിത്രം ഇങ്ങനെ മാറ്റി എഴുതപ്പെട്ടു എന്നൊക്കെയാണ് എൻ്റെ ഗവേഷണം പോലും അതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ സീത, പാർവതി, മെയിനായിട്ട് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളാണല്ലോ. അപ്പം പാർവതി എന്നുള്ള ആളുകളൊക്കെ വെളുത്ത കുലുന്നനെയുള്ള കുട്ടികൾ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ, അതൊന്നും ഇരുണ്ട നിറക്കാർ ചെയ്യാൻ പാടില്ല എന്നുള്ളതും. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ ഒരു വേദിയാണ് എന്നാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ഇത് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഒരു ഇടം. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികളിൽ പോലും ഇത് തന്നെയാണ് നടക്കുന്നത്. ക്ലാസിക്കൽ ഞങ്ങളുടെ നൃത്ത മേഖലയിൽ സീതയാണെങ്കിൽ എത്ര കളിച്ചാലും ഒരു കുഴപ്പമില്ല, കളിച്ചാലും നമുക്കൊരു ഇതില്ല. നന്നായിട്ട് വെളുത്തിരിക്കുന്നുണ്ടോ, സുന്ദരിയാണോ, അതായത് സോക്കോൾഡ് സൗന്ദര്യം കേട്ടോ, എൻ്റെ സങ്കല്പത്തിലുള്ള സൗന്ദര്യം വേറെയാണ്. പക്ഷേ അവരുടെ ഒരു സൗന്ദര്യം ഉണ്ടോ, കൊല്ലുന്നതിനെയാണോ, മെലിഞ്ഞിട്ടാണോ, തടിച്ചിട്ടാണെങ്കിൽ അപ്പം പിറകു വിടുക, അല്ലെങ്കിൽ ഇരുണ്ടിട്ടാണെങ്കിൽ പിറകോട്ടാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയുക എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ 99.99% അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സത്യഭാമ ടീച്ചർ അത് അവരുടെ ബുദ്ധിയില്ലായ്മയോ അവരുടെ എന്തോ അത് അവർ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ആ ചർച്ചയിലും പറഞ്ഞത് സത്യഭാമ ടീച്ചർ മാത്രമല്ല, എല്ലാവരും സത്യഭാമ ടീച്ചർ പറയുമ്പോഴും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇങ്ങനെയുള്ള സത്യഭാമ ടീച്ചർമാർ 1000 പേരുണ്ട് ഈ ക്ലാസിക്കൽ മേഖലയിൽ. ജാതീയമായിട്ട് അവർക്ക് പ്രശ്നമാണ്, നിറത്താൽ പ്രശ്നമാണ്, സാമ്പത്തികം പ്രശ്നമാണ്. ഇപ്പം കേരളത്തിൽ തന്നെയുള്ള സർവകലാശാലകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്തരം നമ്മൾ സോക്കോള് താഴ്ന്ന ജാതിയിലുള്ള കുട്ടികളെയൊക്കെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, അതിനുള്ള മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ പോലും നമുക്കത് അവിടെ ചർച്ചയാണ് ശരിക്കും. പക്ഷെ അത് പുറമേക്ക് വരുന്നില്ല, കുട്ടികൾ ഭയപ്പെടുക. കാരണം വെച്ചാൽ ഇത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കൂടൽമാണിക്യം വിഷയം ഞാൻ സംസാരിച്ചതുകൊണ്ട് എല്ലാവരും കാണുന്നത് പിന്നീടുള്ള എൻ്റെ വേദികളാണ്. പക്ഷെ നഷ്ടപ്പെട്ട വേദികൾ എനിക്കേ അറിയുള്ളൂ. അത് നമ്മൾ ഒരുപാട് വേദികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് വരാറ്.
അതിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ എന്നെ വിളിക്കാതെയായി. അതല്ലാണ്ട് ചില കാര്യങ്ങൾ, ചില ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുമ്പം മനസ്സി അത് പറ്റില്ല, അത് അവർക്ക് പ്രശ്നമാവും എന്നുള്ള രീതിയിൽ എന്നെ എന്നെ വിളിച്ച് സംസാരിക്കും. എനിക്കതൊരു വിഷമേ അല്ല കേട്ടോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വേദി നഷ്ടപ്പെടും, ഉള്ള വേദികൾ കൂടി നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് പലരും മിണ്ടാണ്ടിരിക്കുന്നത്. പലരും എന്നോട് തുറന്നു പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിതൊക്കെ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് ഇത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്നോട് പറയുമ്പോൾ ഒക്കെ അപ്പോഴാണ് പല വിഷയങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പം ഇത് എനിക്ക് മാത്രമല്ല, രാമകൃഷ്ണ മാഷ്ക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അത് പക്ഷെ തുറന്നു പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള വേദികൾ കേരളത്തിൽ തുറന്നു കൊടുത്താൽ ആ ഒരു ധൈര്യം എല്ലാവർക്കും കിട്ടും. കാരണം വെച്ചാൽ ഇത് വാഴ്ത്തിപ്പഴപ്പും കൂടിയാണല്ലോ. അപ്പോൾ അത് സ്റ്റക്കാവാതെ അവർക്ക് ജോലി സാധ്യതകൾ കൂട്ടിക്കൊടുത്താലൊക്കെ കുറച്ച് ധൈര്യം നർത്തകികൾക്കോ നർത്തകന്മാർക്കും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിനെ ആശ്രയിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രധാന വേദികളൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്യൂസ് അതിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ ജനകീയമായിട്ടുള്ള വേദികൾ, ഇപ്പോൾ ഫെസ്റ്റ് പോലുള്ള സന്ദർഭങ്ങളൊക്കെ, ഇപ്പോൾ അറിയപ്പെടുന്ന 2 ഫെസ്റ്റുകൾ, ഒന്ന് സൂര്യ ഫെസ്റ്റ് അല്ലെങ്കിൽ നിശാഗന്ധി ഫെസ്റ്റ്, അതുപോലുള്ള ഒരു വർഷത്തിൽ 2 ഫെസ്റ്റുകളെ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത് വരേണ്ടത് ഒരു ആവശ്യകതയല്ല. യഥാർത്ഥത്തിൽ 2 തരത്തിലാണ്. ഒന്ന് കലയെ ഒരു പ്രത്യേക സ്ഥാനത്തു നിന്ന് മാറ്റി ജനകീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒപ്പം നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അത് അവതരിപ്പിക്കാനുള്ള സാധ്യതകളെ കുറിച്ചിട്ട് എന്താ അതിനെക്കുറിച്ച് പറയുള്ളൂ? പറഞ്ഞ പോലെ കേരളത്തിൽ ഫെസ്റ്റിവൽസ് കുറവാണ്. എണ്ണപ്പെട്ട ഫെസ്റ്റിവൽസേ ഉള്ളൂ. അതിന് തന്നെ പിടിവലികളാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള ഫെസ്റ്റിവൽ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കീഴിലുള്ള ഫെസ്റ്റിവൽസ് വരണം. ഗവൺമെൻറ് കൂടുതൽ കൺട്രോൾ ചെയ്യുമ്പം അതിന് കുറച്ചുകൂടി ഒരു കോർഡിനേഷനും ഒക്കെ കുറച്ചുകൂടി സുതാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇനിയും ഇപ്പം നിശാഗന്ധി, അതുപോലെ സംഗീതനാട അക്കാദമിൻ്റെ കുറച്ച് ഫെസ്റ്റിവൽ അത്രയേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ എണ്ണം കൂട്ടിയാൽ കുറച്ചുകൂടി ആളുകൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആളുകൾക്ക് അത് അവസരം ലഭിക്കും. നമ്മളൊക്കെ ചെയ്യുന്നപ്പം ചെന്നൈ പോവുക, ഡൽഹി പോവുക, അങ്ങനെയുള്ള മറ്റ് വേദികൾ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അത് വരണം. അതുപോലെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വേദികൾ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് ഡാൻസ് കാണാൻ പറ്റും എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള സ്റ്റേജുകൾ വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ, അതിനുള്ള ആളുകളുണ്ട്, അത് ആസ്വദിക്കാനുള്ള ആളുകൾ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഡാൻസ്, പ്രത്യേകിച്ച് ഒരു പ്രസംഗം കഴിഞ്ഞാൽ ഡാൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നെ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ പുട്ടിൻ്റെ മുകളിൽ തേങ്ങയിടില്ലേ, അതുപോലെയാണ് ഡാൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആ പുട്ടായി തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വേദി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് ഡാൻസിന് എടുത്തിട്ട് ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവില്ലേ? എന്തൊക്കെ അംഗീകാരങ്ങളാണ് ഈ രംഗത്ത് ഇതുവരെ കിട്ടിയിട്ടുള്ളത്? ഞാൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കലോത്സവങ്ങളിലാണ്. നമുക്ക് മെയിൻ ഇപ്പം ഫെസ്റ്റിവൽസ് ഒക്കെ മാറ്റി നിർത്തിയ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നത് കലോത്സവ വേദികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തള്ളി പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ആ കലോത്സവം ഉള്ളതുകൊണ്ട് നർത്തകിയായ ഒരാളാണ് ഞാൻ. കലോത്സവം 8ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരളനടനം, ഫോക്ക് ഡാൻസ് ഈ ഇനങ്ങളിലൊക്കെ സ്റ്റേറ്റ് തലത്തിൽ വിന്നറായിരുന്നു. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോൺ കലാതിലകമായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അംഗീകാരങ്ങൾ. ഞാനെന്ന നർത്തകി ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന അംഗീകാരങ്ങൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് കാലടിയിലെ യൂണിവേഴ്സിറ്റി യുവപ്രതിഭ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ, കേരള സർക്കാരിൻ്റെ ഒരു ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് വേദികളിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്: യുവപ്രതിഭ പുരസ്കാരം, ശ്രീ ഗുരു ഗോപിനാഥിൻ്റെ യുവപ്രതിഭ പുരസ്കാരങ്ങൾ, പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പുരസ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ജനങ്ങളുടെ ഒരു ചിരിയാണ്. നമ്മൾ നൃത്തം ചെയ്ത് കഴിയുമ്പോഴുള്ള ജനങ്ങളുടെ ചിരി. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഹോള് ഫുള്ള് ഉപ്പയാണ് കേട്ടോ. ഞാനതിലെ ഒരു ഭാഗവാക്കുമല്ല, ഫുള്ള് എനിക്ക് കിട്ടിയ ട്രോഫികളും മറ്റും ഉപ്പച്ചിൻ്റെ ഒരു സന്തോഷമാണത്. ഞാനത് പക്ഷെ തിരിഞ്ഞു നോക്കാറില്ല. അതിനോടുള്ള ഒരു ബഹുമാനക്കേടൊന്നുമല്ല, വളരെ സന്തോഷമാണത്. എനിക്കതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു മനുഷ്യന്മാരെന്നെ മനസ്സിലാവുന്നതും എന്നോട് ചിരിക്കുന്നതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകാരമായിട്ട് കാണുന്നത്. ആ മനസ്സിലാൻ പറഞ്ഞിട്ടുള്ള പോലെ കലോത്സവ വേദികളാണ് എൻ്റെ ഒരു ആദ്യത്തെ ഏറ്റവും
പ്രധാനപ്പെട്ട രംഗം എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇന്ന് കലോത്സവ വേദികൾ തന്നെ ഭയങ്കര കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ അരങ്ങേറ്റം പറയുന്ന ഒരു സംഭവവാസം, ഇതൊക്കെ ഒരു സാധാരണ കുട്ടിക്ക് താങ്ങാനാവുന്നതിനപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇതിന് പറ്റിയിട്ട്? നമുക്ക് ആ വസ്ത്രത്തിൻ്റെയും മേക്കപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഭരതനാട്യത്തിൽ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ ക്ലാസിക്കൽ കലയിലും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ലാതെയുള്ള അനാവശ്യ ചെലവുകളാണ് ശരിക്കും കലോത്സവ വേദികളിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഒരു ഐറ്റം പഠിക്കണമെങ്കിൽ 4 ലക്ഷം രൂപയാണ് ചിലവായത് എന്നുള്ളത് ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ 4 ലക്ഷം രൂപ? കാരണം എന്ന് വെച്ചാൽ ഒരു MA BA കഴിഞ്ഞ് വന്നപ്പോൾ പോലും എനിക്ക് അത്രയും ചിലവായിട്ടില്ല. അപ്പോൾ എന്താണ് ഇത്രയും ചിലവ് എന്ന് പറയുമ്പോൾ പുതിയ ഐറ്റം പഠിപ്പിക്കാനും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ അധ്യാപകരുടെ ഒരു കൂടുതലൊരു അത്യാർത്തി എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു അത്യാർത്തി ഇല്ലാതായാൽ ഇത് വളരെ അഫോർഡബിൾ തന്നെയാണ്. വളരെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും അഫോർഡബിളായിട്ട് നമുക്ക് ഒന്ന് പിടിച്ചാൽ നമുക്കെല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കുറച്ചുകൂടി മാനുവലിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ, ഇപ്പൊക്കെ മാറ്റമുണ്ട്. ഇപ്പം വേഷവിധാനങ്ങളൊന്നും അധികം നോക്കേണ്ട കാര്യമില്ല. പളപള മിന്നുന്നതിന് പ്രത്യേകിച്ച് മാർക്കില്ല. ശരിക്കും അതിന് മാർക്കില്ല. അത് ചില ആളുകൾ ഇരിക്കുമ്പോൾ, ഇപ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വെളുത്ത കുട്ടി, സൗന്ദര്യമുള്ള കുട്ടി, അത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആകാര സുഷമ എന്ന് പറഞ്ഞ് 20 മാർക്ക് കോളുണ്ട്, അത് എടുത്ത് കളയാൻ പറയുന്ന. ഈ ആകാര സുഷമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. ഈ വെളുത്ത കുട്ടിയല്ല, വെളുത്ത കുട്ടിയല്ല. ആകാര സുഷമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നോക്കുമ്പം ടോട്ടലി ആ കുട്ടിക്ക് ഭംഗിയുണ്ടോയെന്ന് പോലും അല്ല. ആ കുട്ടി ഭരതനാട്യം, ഞാനൊക്കെ നോക്കല അതാണ്. ഭരതനാട്യത്തിനാണെങ്കിൽ ഭരതനാട്യം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, വല്ല മോഹിനാട്ടം ഡ്രസ്സ് ഇട്ട് വന്നാൽ നമുക്കത് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ടോട്ടാലിറ്റി നമുക്കതൊരു നർത്തകിയാണെന്നോ അല്ലെങ്കിൽ നർത്തകനാണെന്നോ തോന്നിയാൽ മതി. അത് വളച്ചൊടിച്ചുണ്ടാക്കുന്ന. പിന്നെ ഈ അരങ്ങേറ്റമാണെങ്കിലും ചില അധ്യാപകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, എനിക്ക് അനുഭവമില്ല. 1 പവൻ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കമ്പൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ദക്ഷിണ മേടിക്കാനില്ല, അത്തരത്തിലൊരു പരിപാടിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ എത്രത്തോളം വൃത്തിയായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് തിരിച്ചു തരുന്നു, അതാണ് എനിക്കുള്ള ദക്ഷിണ. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ മഹതി ആയതുകൊണ്ടൊന്നും അല്ല, പക്ഷേ അതാണ് ശരിക്കും ദക്ഷിണ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദക്ഷിണ എന്ന് പറയുന്നത് വെറ്റിലയിൽ അടുക്കയിലും അവർ 1 രൂപ വെച്ചാൽ അത് തന്നെയാണ് ദക്ഷിണ. അപ്പം ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ചക്കയും മാങ്ങ എന്താ വെച്ചെങ്കിൽ അത് ദക്ഷിണയാണ്. എന്താണോ മനസ്സറിഞ്ഞ് തരുന്നത് അതാണ് ദക്ഷിണ. അതിനൊരു കച്ചവടവൽക്കരിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അതിന് കുറച്ചുകൂടി മാനുവൽ പരിഷ്കരണം കൊണ്ടുവന്ന് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് പിടിച്ചാൽ റെഡിയാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിടിക്കാൻ അത്രയും വലിയൊരു ഇത് വരണം, ഒരു പ്രിപ്പറേഷൻ എന്ന് പറയില്ലേ, അത് വേണം. നമ്മൾ ഈ കലയുടെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചു. പിന്നെ മനസ്സിൻ്റെ ഒരു പൊളിറ്റിക്സ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മളുടെ അതായത് ഇപ്പോൾ ഒരു മനസ്സിയുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതായത് നമ്മൾ ജെൻഡർ ഈക്വലിറ്റിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതൊരു ഫാമിലിക്കുള്ളിൽ അതെങ്ങനെയാണ് മനസ്സിയെപ്പോലെ ഒരാൾക്ക് പോലും നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ്, എന്താ അതിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്? ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ വീട്ടിലൊരിക്കലും ഇന്നത് ചെയ്യാൻ പാടില്ല, ഇത് പെൺകുട്ടിക്ക്, അത് അങ്ങനെ ട്രീറ്റ് ചെയ്യാത്ത ഒരാളാണ് എൻ്റെ ഉപ്പയും ഉമ്മയും. ഉമ്മയും വളരെ ബോൾഡായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് അങ്ങനെയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും ശക്തിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ കാലം ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഉപ്പയാണ് എന്നെ വളർത്തിയതൊക്കെ. ഉപ്പേൻ്റെ റോള് ഉപ്പയാണ് ഏറ്റെടുത്തത്. ഒരിക്കൽ പോലും മനസ്സിലാ നീ പെൺകുട്ടിയാണ്, ഇത് പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വീട്ടിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് നമുക്ക് ബോധമല്ല. പക്ഷേ സമൂഹത്തിൽ വരുന്ന സമയത്താണ്, ഈ ഒരു പ്രശ്നങ്ങളുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടത്, ഡാൻസ് നിർത്തിക്കോ, പെൺകുട്ടിയാണ്, കല്യാണം നടക്കില്ല, പിന്നെ വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കേട്ടത്. പക്ഷേ അങ്ങനെ ഒരു സ്ത്രീ തീർച്ചയായിട്ടും ഉണ്ട്. സ്ത്രീ പുരുഷൻ എന്നുള്ള ട്രാൻസ്ജെൻഡർ, അങ്ങനെ ജെൻഡർ ഇനീക്വാലിറ്റീസ് നടക്കുന്നുണ്ട്. അതിനെതിരെ വളരെ വൃത്തിയായിട്ട് പ്രതികരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് വളരെ ഭംഗിയോടുകൂടി ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്തരം ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇനിയും സംസാരിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓരോ ന്യൂസും കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതി മാറ്റി നിർത്തേണ്ട, എല്ലാവരും മനുഷ്യരാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിലൊരു യാതൊരുവിധ വേർതിരിവും ഉണ്ടാവാതെ എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ സമൂഹത്തിന് എന്നുണ്ടാവുന്നു അന്ന് നമ്മൾ
നന്നാവും. ഈ മനുഷ്യയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ശേഷമുള്ള ഒരു ജനറേഷനിൽ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ഒരു സ്വന്തം ഫാമിലിയാണെന്ന് കരുതുക. ഇപ്പോൾ മനുഷ്യക്കാരിൽ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. പല പല വേദികളിൽ ചിലപ്പോൾ പുറത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ആ ഒരു കുടുംബമായിട്ട് അതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? മീൻസ് അപ്പോൾ രണ്ടു കൂട്ടരും അതിൻ്റെ ഒരു ജെൻഡർ ഈക്വാലിറ്റിയിൽ ഒരുപോലെ വിശ്വസിച്ചാലല്ലേ ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനെ മാത്രമേ ബോധിപ്പിക്കാറുള്ളൂ എന്നുള്ളതാണ് വളരെ തുറന്ന് പറയുകയാണെങ്കിൽ. കേരളത്തിന് അല്ലെങ്കിൽ ഉപ്പാക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ളതൊക്കെ ഉപ്പയും ഞാനും ആണ് പോകുന്നത്. അതല്ലാണ്ട് വിദേശത്ത് വരുമ്പോൾ മാത്രം ആണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അത് ഒറ്റയ്ക്ക് പോകുന്നത് മോശമാണ് അങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് പോകാൻ അടിപൊളിയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉപ്പാനെ ഒറ്റയ്ക്ക് ഇരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉപ്പാനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നമ്മുടെ പടച്ചട്ടയായിട്ട് ഉപ്പ ഇരിക്കുന്നത് കൊണ്ട് എന്നോട് അങ്ങനെ ആരും ഉള്ളിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചെവി കൊടുക്കാറുമില്ല. പണ്ടൊക്കെ എനിക്ക് വിഷമമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു +1 +2 കാലത്തൊക്കെ നമ്മളെ പിടിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. അതായത് ആരെന്നൊന്നുമില്ല, വഴിയിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ പിടിച്ചിട്ട് ഉപദേശിക്കും. നമ്മളിങ്ങനെ വെറുതെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മളെ പിടിച്ചിട്ട് ഇതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്തും ഉപ്പയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സ്ട്രോങ് പില്ലറായിട്ട് വരുന്നത്. ഇപ്പം അതൊന്നും ആലോചിക്കാറില്ല. അപ്പോൾ ഈ VP മൻസിയ വള്ളുവമ്പുറം മുസ്ലിയാർ പീടികയിൽ നിന്ന് ഇന്ന് ലോകത്തിൽ തന്നെ പല വേദികളിലേക്ക് വളർന്ന ഒരു നർത്തകിയായി മാറിയിട്ടുണ്ട്. എന്താ തോന്നുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ? സ്വന്തമായിട്ടുള്ളൊരു ഫൈറ്റും ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ കാണുമ്പോൾ? സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ പിന്നെ വലിയൊരു സ്ട്രഗിളും ഉണ്ട്. അമിതമായിട്ട് ആഹ്ലാദിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് പക്ഷേ ആഹ്ലാദിക്കാതിരിക്കാറുമില്ല. പക്ഷേ ഇനി ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് എന്നുള്ളതുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ ഒരു മനക്കരുത്താണ്. ഞാൻ ഇപ്പോഴും എനിക്ക് ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, ഇവരെങ്ങനെ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എൻ്റെ ആ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊന്നും എനിക്കൊരു ബോധമില്ല. അതിൻ്റെ ഒഴുക്കിൽ പോയി ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധമാവുന്നതും. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അവർ രണ്ടുപേരും ഒരു 2 പെൺകുട്ടികളെയും കൊണ്ട് ആ നാട്ടിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് എനിക്കിപ്പോഴും. അത് വലിയ സാമ്പത്തികമായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഞങ്ങൾ എൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിപ്പോഴും ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഉപ്പാൻ്റെ മുഖമാണ്. ഉമ്മ എവിടെന്നെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും, അതല്ലാണ്ട് ഉപ്പാൻ്റെ മുഖമാണ്. അപ്പം എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം ഉപ്പ ഇല്ലാത്തൊരു പ്രോഗ്രാമിന് ഉപ്പച്ചിക്ക് വളരെ ആകാംക്ഷയാണ്, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ആകാംക്ഷയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഞാൻ അത് വിശദീകരിക്കുന്ന ഒരു മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരവും മറ്റതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ന വ്യക്തിയെ രൂപീകരിച്ചതിൽ എൻ്റെ പാസ്റ്റിന് നല്ല ഒരു ഇതുണ്ട്, റോളുണ്ട് എന്ന് പറയില്ലേ. അല്ലെങ്കിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു മൂലക്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയേനെ. ഞാനിങ്ങനെ സംസാരിക്കാനും ഞാനിങ്ങനെ ചിന്തിക്കാനും ഞാനിങ്ങനെ യാത്ര ചെയ്യാനും ഒക്കെ കാരണക്കാർ അവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ. മനസ്സിലാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ റിസർച്ചിൻ്റെ ഒരു ഭാഗത്താണുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റേജിലാണുള്ളത്. എന്തൊക്കെയാണ് ഭാവിയിൽ ഇനി ഈ ഒരു പ്രൊഫഷണൽ രംഗത്തും ഈ നൃത്തരംഗത്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ? മെയിനായിട്ട് നൃത്താവതരണം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ടീച്ചിങ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പണിപ്പുരയിലുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്ര വനിതകളെ നൃത്തത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള ക്ലാസിക്കൽ രൂപത്തിൽ തന്നെ കൊണ്ടുവരിക. ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും പുരുഷന്മാരെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറും അവരുടെ വീരപുരുഷന്മാരെ മാത്രമാണ് നമ്മൾ ക്യാരക്ടറാക്കിയിട്ടുള്ളത്. അതല്ലാതെ കേരള ചരിത്രം അല്ലെങ്കിൽ കേരളത്തെ രൂപീകരിക്കുന്നതിൽ ഒരുപാട് സ്ത്രീകൾക്ക് അതിൽ വലിയ ഭാഗമുണ്ട്. ആദ്യത്തെ വിദ്യാഭ്യാസ
ആയിട്ടുള്ള ഒരു ശാക്തീകരണം നടത്തിയ ആളുകൾ, അതുപോലെ വിദ്യാഭ്യാസം നേടിയ മുസ്ലിം ഒരു വനിതയുണ്ട് കണ്ണൂരിൽ, പിന്നെ മുലക്കരം ചോദിച്ചതിന് മുലയറുത്ത് കൊടുത്ത ഒരു വനിത, അങ്ങനെ ഒരു എല്ലാവരെയും അവരെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇപ്പോൾ, അതിൻ്റെ പണിപ്പുരയിലാണ്. അത് അടുത്ത കൊല്ലം പുറത്തിറക്കും എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വളരെ സന്തോഷം. നമ്മൾ കലയെക്കുറിച്ച് സംസാരിച്ചു, കലയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു, ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു, ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. ലുക്കിംഗ് ഫോർവേഡിന് വേണ്ടിയിട്ട് ഇത്രയും സമയം വളരെ സന്തോഷകരമായി സംസാരിച്ചതിൽ നന്ദി അറിയിക്കും. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു.